എല്ലാ ജീവികളിലും ചുറ്റുപാടുകളിൽ നിന്ന് നിരവധി അറിവുകൾ ശേഖരിക്കുന്നുണ്ട്. ഇര തേടാനും ഇണയെ കണ്ടെത്താനും ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനും ചുറ്റുപാടിലെ മാറ്റങ്ങൾ തിരിച്ചറിയാനും ഈ അറിവുകൾ പ്രയോജനപ്പെടുത്തുന്നു. ഇതിനായി എല്ലാ ജീവികളിലും ചില ഇന്ദ്രിയങ്ങളുണ്ട്. മനുഷ്യന് കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് എന്നിങ്ങനെ 5 ഇന്ദ്രിയങ്ങളാണുള്ളത്. നാക്കിലെ രസമുകുളങ്ങളെ ഉത്തേജിപ്പിക്കുന്നു. ഈ ഉത്തേജനം സന്ദേശങ്ങളായി നാഡികൾ വഴി തലച്ചോറിലെത്തുമ്പോഴാണ് നാം രുചി അറിയുന്നത്. ആഹാരത്തിലെ ഉപ്പ്, പുളി, മധുരം, കയ്പ് എന്നിങ്ങനെ അറിയുന്നത് നാവിലെ രസമുകുളങ്ങളുടെ സഹായത്തോടെയാണ്. ഘ്രാണശക്തിയിലെ വമ്പന്മാർ. സ്രാവുകളാണ് ഘ്രാണശക്തിയുടെ കാര്യത്തിൽ വമ്പന്മാർ. കടലിൽ വളരെ അകലം രക്തം വീണാൽ പോലും മണത്തറിയാൻ ഇവയ്ക്ക് കഴിയും. മണത്തറിയാനുള്ള കഴിവ് ഏറെയുള്ള മറ്റൊരു ജീവിയാണ് നായ. നായ്കൾ അവർ സഞ്ചരിക്കുന്ന വഴിയിൽ ഇടയ്ക്കിടെ മൂത്രമൊഴിക്കുന്നത് തിരിച്ചു വരാനുള്ള വഴി മണത്തറിയുന്നതിന് വേണ്ടിയാണ്. നായ്ക്ക് മണം പിടിക്കാനുള്ള കഴിവ് വളരെ കൂടുതലുള്ളതുകൊണ്ടാണ് കുറ്റാന്വേഷണ രംഗത്ത് ഇവയെ പ്രയോജനപ്പെടുത്തുന്നത്. പാമ്പുകൾ ഇടയ്ക്ക് നാവ് പുറത്തേക്കിടുന്നത് എന്തിനാണെന്നാൽ നാക്കുപയോഗിച്ചാണ് പാമ്പുകൾ ഗന്ധം അറിയുന്നത്. ഇനി ചെവി. നാം പുറമേ കാണുന്ന ചെവിക്കുട മാത്രമല്ല, ശബ്ദത്തെ ശേഖരിച്ച് ചെവിക്കുള്ളിലേക്ക് എത്തിക്കലാണ് ചെവിക്കുട ചെയ്യുന്നത്. ഈ ശബ്ദം ചെവിക്കുള്ളിലെ പല ഭാഗങ്ങളിൽ കടന്നുപോയി തലച്ചോറിലെത്തുമ്പോഴാണ് ശബ്ദം കേൾക്കുന്നത്. പാമ്പുകൾക്ക് ബാഹ്യകർണം ഇല്ലെങ്കിലും ആന്തരകർണം ഉപയോഗിച്ച് തറയിലുണ്ടാവുന്ന നേരിയ ചലനങ്ങൾ പോലും തിരിച്ചറിയാൻ അവയ്ക്ക് സാധിക്കുന്നു. അതായത് പാമ്പുകൾ വായിലൂടെ വരുന്ന ശബ്ദം കേൾക്കാൻ കഴിവില്ലെങ്കിൽ പ്രതലങ്ങളിലൂടെ വരുന്ന ശബ്ദം തിരിച്ചറിയാൻ സാധിക്കുന്നു. മരയോന്ത്, മൂങ്ങ, പൂച്ച. മൂങ്ങയ്ക്ക് തലയുടെ നേരെ മുൻഭാഗത്ത് വലിയ 2 കണ്ണുകളാണുള്ളത്. തല പിറകോട്ട് തിരിച്ച് പുറകിലെ കാഴ്ചകൾ കാണാൻ ഇവയ്ക്ക് കഴിയും. മരയോന്ത്. മറ്റു ജീവികളിലേതിൽ നിന്നും വ്യത്യസ്തമാണ് മരയോന്ത്. മരയോന്തിൻ്റെ കണ്ണ്. ഇവയ്ക്ക് ഒരേ സമയം കണ്ണുകളെ 2 വ്യത്യസ്ത ദിശയിലേക്ക് ചലിപ്പിക്കുന്നതിന് വ്യത്യസ്ത കാഴ്ചകൾ ഒരേ സമയം കാണാനും സാധിക്കുന്നു. പൂച്ചയുടെ കണ്ണിലെ കൃഷ്ണമണി പകൽ വെളിച്ചത്തിൽ ചുരുങ്ങിയും രാത്രി പരമാവധി വികസിച്ചും കാണപ്പെടുന്നു. നേരിയ പ്രകാശത്തെ പോലും ഉപയോഗപ്പെടുത്താനുള്ള കഴിവ് ഇവയ്ക്കുണ്ട്. അതിനാൽ മങ്ങിയ പ്രകാശത്തിലും ഇവയ്ക്ക് കാണാൻ സാധ്യമാകും.